നമസ്കാരം, ചലഞ്ചർ ആർമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് RRB ഗ്രൂപ്പ് ഡിയുടെ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ റീസണിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യുന്നില്ല, അത്യാവശ്യം വേണ്ട ചെറിയ കുറെ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളിപ്പോ കറന്റ് നോക്കുന്നത് റീസണിംഗ് ആണ്. അപ്പൊ റീസണിംഗ് ആണ് എല്ലാവർക്കും വേണം എന്ന് പറഞ്ഞത്. സോ അതുകൊണ്ട് റീസണിംഗ് വളരെ എളുപ്പമാണ്. അപ്പൊ ഞാൻ അതിന്റെ ബേസിക് തൊട്ടൊന്നും അല്ല പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, അത് ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പോവാം. ഓക്കെ, അപ്പൊ അത് ഡെയിലി ഇങ്ങനെ അല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ, ഒരു 5-10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താവും, ഒരു ക്വസ്റ്റ്യനായിട്ട് കുറച്ചുകൂടി കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലാവും. അപ്പൊ ഒരുപാട് പേർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് നമ്മുടെ ചാനലിൽ അല്ലാണ്ട് മാത്സിന്റെ ഒക്കെ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്, ഡെയിലി ലൈവ് ക്ലാസ്സുകളും ഉണ്ട്. അപ്പൊ എല്ലാവരും അതൊന്ന് കണ്ടുപോകാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കൂടി ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചാനലിന്റെ ആപ്പ് കൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ റീസണിംഗ് നോക്കാം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാം ടൈമിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റാനുള്ള ഓപ്ഷൻ. അപ്പൊ നിങ്ങൾക്ക് മലയാളത്തിൽ കാണണമെങ്കിൽ മലയാളത്തിൽ കാണാം, ഇംഗ്ലീഷിൽ പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഡയറക്ഷൻ ആണ്, അതിൽ വേറെ ഒന്നുമില്ല. നോർത്തും ഈസ്റ്റും വെസ്റ്റും സൗത്തും അറിഞ്ഞിരുന്നാലും ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. അത്ര പാടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല ഇംഗ്ലീഷ്. എന്നാലും നിങ്ങൾക്ക് ഇനി മലയാളത്തിലേക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മലയാളത്തിലേക്ക് മാറ്റാൻ പറ്റും ആ ക്വസ്റ്റ്യൻ ആ ടൈമിൽ, എക്സാം ടൈമിൽ. നമുക്ക് നോക്കുന്നത് ഇത് ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. രാജൻ started from a point and walked a distance 200 meter towards north. അപ്പൊ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പൊ ആദ്യം നിങ്ങൾ എഴുതി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ വരച്ചു വെക്കുക. നോർത്ത്, ഈസ്റ്റ്, സൗത്ത് അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അതൊന്ന് ഡയറക്ഷൻ നിങ്ങൾ വരച്ചു വെക്കുക. നിങ്ങൾക്ക് തെറ്റിപ്പോവാതെ അല്ലെങ്കിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേർക്ക് എന്താണ് നോർത്തും സൗത്തും മാറും, ഈസ്റ്റും വെസ്റ്റും ഒരുപാട് പേർക്ക് മാറുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ PSCയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോ ഇത് നോർത്ത് ആണെന്ന് നമുക്കറിയാം, ഇത് സൗത്ത് ആണെന്നറിയാം, ഇത് ഈസ്റ്റ് ആണെന്നറിയാം, ഇത് വെസ്റ്റ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വായിക്കാം, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വരച്ചങ്ങ് പോയാൽ മതിയാവും. ഓക്കെ, രാജൻ സ്റ്റാർട്ടഡ് ഫ്രം എ പോയിന്റ് ആൻഡ് വാക്ക്ഡ് എ ഡിസ്റ്റൻസ് 200 meter ടുവാർഡ്സ് നോർത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്തു, ഒരു പോയിന്റിൽ നിന്ന് രാജൻ എങ്ങോട്ട് 200 meter നോർത്തിലേക്ക് നടന്നു എന്നാണ്. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം, നമുക്ക് ആ പോയിന്റിൽ നിന്ന് നോർത്തിലേക്ക് വരയ്ക്കാം. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ നോർത്തിലേക്ക് 200 meter വരയ്ക്കുകയാണ്. ഓക്കെ, നോർത്ത് ഇങ്ങോട്ടാണ് നമുക്ക് അറിയാം, ഇതാണ് നോർത്ത്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് വരയ്ക്കുകയാണ്. 200 meter നടക്കുവാണ്, ടുവാർഡ്സ് നോർത്ത് ആണ്. ആൻഡ് ദെൻ ഹി ടേൺഡ് ലെഫ്റ്റ്. അപ്പൊ പുള്ളി ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് നിൽക്കുന്നത് അല്ലെ, അങ്ങോട്ട് നോർത്തിലേക്ക് ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ അവിടുന്ന് ലെഫ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ പോവുക. എന്നിട്ട് ലെഫ്റ്റ് എങ്ങോട്ടാ, നമ്മൾ അവിടെ നിന്ന് നിൽക്കുവാണ്. അപ്പം അവിടുന്ന് എന്ത് ചെയ്യാം, ലെഫ്റ്റിലേക്ക് തിരിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ദെൻ ടേൺഡ് ലെഫ്റ്റ് ആൻഡ് വാക്ക്ഡ് 300 meter. എന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞതിന് ശേഷം 300 meter കൂടെ നടന്നു എന്നാണ്. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് എത്ര മീറ്റർ നടന്നു, 300 meter നടന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ, ഇതുവരെ ഓക്കെയാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ടാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഇങ്ങോട്ടാണോ പോകുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ പോകുന്നു, നമ്മളാണ് പോകുന്നതെന്ന് വിചാരിച്ച് വരച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അടുത്ത then turned right. എന്നിട്ട് എന്ത് ചെയ്തു, ഇപ്പൊ ഇങ്ങോട്ട് നിൽക്കുന്ന ആളിന്റെ റൈറ്റ് ഇങ്ങോട്ടായിരിക്കും, നോർത്തിലേക്കായിരിക്കും. then turned right and walked 400 meter. അപ്പൊ ഇങ്ങോട്ട് നിൽക്കുന്ന ആള് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, വീണ്ടും റൈറ്റിലേക്കാണ് തിരിഞ്ഞത്. റൈറ്റ് ഇങ്ങോട്ടാണ്, റൈറ്റിലേക്ക് തിരിഞ്ഞ് എത്ര മീറ്റർ നടന്നു എന്നാണ്, 400 meter. ഓക്കെ, 400 meter നടന്നു. ഒന്നുകൂടി ഒന്ന് മനസ്സിലാവാത്തവർ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കണം, അപ്പം മനസ്സിലാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന 400 meter എത്തി, ഇങ്ങോട്ടാണ് ഇപ്പൊ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ ആണ്. അത് കഴിഞ്ഞിട്ട് then turned left and walked 1 kilometer എന്നാണ് പറയാം. വീണ്ടും എന്ത് ചെയ്തു, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് 1 kilometer. ഇപ്പൊ ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ആളിന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണല്ലോ. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് എത്ര കിലോമീറ്റർ, ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് 1 kilometer നടന്നു. ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരച്ചു കഴിഞ്ഞു. ഇനി ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് രാജൻ ഫേസിംഗ് നൗ. ഇതിപ്പോ നിൽക്കുന്നത് ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നതെന്നാണ്. ഇതിപ്പോ ഏത് ഡയറക്ഷനിലേക്കാണ് പുള്ളി ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇങ്ങോട്ടാണ് അല്ലെ. ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷൻ ആണ്, വെസ്റ്റ് ആണ്. അപ്പൊ നമുക്കറിയാം വീണ്ടും ടോട്ടൽ ഇവിടെ തന്നെ ഒന്ന് ജസ്റ്റ് വരച്ച് നോക്കാം. അപ്പം ഇത് വെസ്റ്റ് ആണ്, ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്. പുള്ളി ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. സോ വെസ്റ്റ്. ഉത്തരം എന്താണ്, 2 വെസ്റ്റ് ആണ്. വളരെ സിമ്പിൾ ആണ്. വേറെ എന്താണ് ഡിഗ്രി ഒന്നും പറഞ്ഞിട്ടില്ല.
ഫുള്ള് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, റൈറ്റ് തിരിയുക, ലെഫ്റ്റ് തിരിയുക, എത്ര മീറ്റർ, പിന്നെ എങ്ങോട്ട് നിൽക്കുന്നു, എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്, ഇത്രയാണ് ക്വസ്റ്റ്യൻ. ഇതല്ലാതെ ചോദിക്കാൻ പറ്റുന്ന ഡയറക്ഷനിൽ അല്ലാതെ ചോദിക്കാൻ പറ്റുന്നത് തുടങ്ങിയത് ഏത് ഡയറക്ഷനിൽ നിന്നായിരുന്നു എന്ന് ചോദിക്കാം, എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന്. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ചിലപ്പോ എന്ത് ചെയ്യും, ഇപ്പൊ ഈ ഒരു ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ടാവും, ഈ ഒരു എയും ബിയും തമ്മിട്ട് ഈ എയുടെയും ബിയുടെയും ഡിഫറൻസ് സഞ്ചരിച്ച ദൂരം ചോദിക്കും. അപ്പൊ നമ്മൾ പൈതഗോറസ് സിദ്ധാന്തം വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് ജസ്റ്റ് എന്ത് ചെയ്യുക, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദ റൂട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പൊ 3 4 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ എടുക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക, പിന്നെ അതിന്റെ റൂട്ട് എടുക്കുക. സാധാരണ പൈതഗോറസ് തിയറം വെച്ചിട്ട് അത് ചെയ്യാന്നുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഡിസ്റ്റൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്, എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കണം, എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്, ഇപ്പൊ നിൽക്കുന്നത് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് എങ്ങോട്ടായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ടോട്ടൽ ഡിസ്റ്റൻസ് സഞ്ചരിച്ചത് ചോദിക്കാറുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഡിസ്റ്റൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് ഡിസ്റ്റൻസ് അറിയാം, ഇവിടെയും ഡിസ്റ്റൻസ് ഇത് അറിയില്ല. അപ്പൊ അത് പൈതഗോറസ് സിദ്ധാന്തം വെച്ചിട്ട് അത് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയാണ് ഡയറക്ഷനിൽ ചോദിക്കാൻ പറ്റുന്നത്. ഇതൊരു ഡയറക്ഷൻ ക്വസ്റ്റ്യൻ, മനസ്സിലാവാത്തവര് 1-2 തവണ ചെയ്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത് കോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻ എ സെർട്ടൻ കോഡ് ലാംഗ്വേജ് MFDTF is written as LEASE എന്നാണ്. സെർട്ടൻ ഒരു കോഡ് ലാംഗ്വേജ് വെച്ചിട്ട് ഈ വാക്കിനെ എന്ത് ചെയ്യുക, ചെയ്തിരിക്കുന്നു, ഇങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കോഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് UNSE എന്ന് പറയുന്ന ഒരു വാക്ക്, അതിനെങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്, TMHRD എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിനെങ്ങനെ എഴുതിയിരിക്കുന്നുവെങ്കിൽ ട്രിക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം, ഇങ്ങനെയാണ് സാധാരണ കോഡിങ് ചോദിക്കാറ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കുക. സിമിലർ അത് വെച്ച് കണ്ടുപിടിച്ചതിന് ശേഷം അത് വെച്ചിട്ട് ഇപ്പൊ തന്നിരിക്കുന്നത് കണ്ടുപിടിക്കേണ്ട ട്രിക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ, എളുപ്പമാണ്. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതെങ്ങനെ, ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക കേട്ടോ. MLFEBATSFE എന്നാൽ എന്തോ ചെറിയ ബന്ധമുണ്ട്. എന്താണ്, L കഴിഞ്ഞിട്ടാണ് M വരുന്നത്, അപ്പം M-1 ആണ് അല്ലെ. എമ്മിന് തൊട്ട് മുന്നേ ഉള്ളതാണ്, എഫിന് തൊട്ട് മുന്നേ ഉള്ളതാണ് എന്ത്, ഇ എന്ന് പറയുന്നത്. ബിക്ക് തൊട്ട് മുന്നേ ഉള്ളതാണ് എ എന്ന് പറയുന്നത്. ടിക്ക് തൊട്ട് മുന്നേ ഉള്ളതാണ് എസ്. എഫിന് തൊട്ട് മുന്നേ ഉള്ളതാണ് ഇ. അപ്പം -1 ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് അടുത്തതും അതുപോലെ തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയേ. യുവിന് തൊട്ട് മുന്നേ ഉള്ളതാണ് ടി, NM അതുപോലെ തന്നെയാണ്, IH അങ്ങനെ തന്നെയാണ്, SR അങ്ങനെ തന്നെയാണ്, ED. -1 ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ട്രിക്ക് എന്നുള്ളതിന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. ട്രിക്ക് എന്നുള്ളതിന് നോക്കുമ്പോൾ എസ് ആണ് ടിക്ക് മുന്നേ വരുന്നത് -1 ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ അത് എസ് എഴുതി. അപ്പം എസ് ഉള്ള 2 എണ്ണം നമുക്കുണ്ട് അല്ലെ. അപ്പൊ ഇതും വേണ്ട, ഇതും വേണ്ട. അപ്പൊ ഇതിൽ ഏതിലോ ഒരെണ്ണമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അടുത്തത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം, ആറിന്റെ തൊട്ട് മുന്നേ ഉള്ള എന്താണ്, ക്യൂ ആണ് അല്ലെ. SQ വെച്ചിട്ടുള്ള ഒരെണ്ണം മാത്രമേ ഉള്ളൂ. നമുക്ക് അപ്പൊ തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇനി നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ചെയ്തു നോക്കാം. ഐക്ക് തൊട്ട് മുന്നേ ഉള്ളത് H തന്നെയാണ്, സിക്ക് തൊട്ട് മുന്നേ ഉള്ളത് B തന്നെയാണ്, കെക്ക് J ആണ്. അപ്പൊ ആൻസർ ഇത് തന്നെയാണ്, രണ്ടാമത്തതാണ് ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് 2 എണ്ണം കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. വെറുതെ ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾക്ക് കൺഫർമേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ചെയ്തു നോക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് പറയുന്നത് കേട്ടോ. റോയൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിട്ടാണ്. 2 തരത്തിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരാറുണ്ട്. അതായത് ഒരു സർക്കിൾ പറഞ്ഞിട്ട് അതിൽ ചുറ്റും ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തരാറുണ്ട്. അല്ലാതെ ഒരു റോയില് ഇത്ര പേരിയ്ക്കുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. അത് മാത്രമേ റെയിൽവേക്ക് അങ്ങനെ സിമ്പിൾ ആയി. ഗ്രൂപ്പ് ഡിക്ക് ഇങ്ങനെ 2 എണ്ണം മാത്രമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. നമുക്കിത് നോക്കാം. സിറ്റിംഗിന്റെ റോ ആണ് കേട്ടോ, ഇത് റോ ആണ്. ഒരു റോ വരയ്ക്കുക. എത്ര പേരുണ്ട്, 1 2 3 4 5 6 7 പേരുണ്ട് കേട്ടോ. നമുക്ക് 7 പേരെ ഒന്ന് വരച്ചു വെക്കാം. 2 3 4 5 6 7 പേരുണ്ട്. ഇങ്ങനെയാണ് ഒരു റോയിലേക്ക് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഫേസിങ് നോർത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നോർത്ത് എന്ന് പറയുമ്പോൾ മേളിലേക്ക് ഇങ്ങോട്ടാണ് നോർത്ത്. നമ്മൾ നോർത്ത് വരച്ച് വെക്കുക. 7 പേരുണ്ട്. H ഈസ് സെക്കൻഡ് റൈറ്റ് ഓഫ് G. H ഈസ് സെക്കൻഡ് റൈറ്റ്. അപ്പൊ നമുക്ക് ഒരിടത്തും ഇത് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. എവിടെയാണ് H എന്ന് പറയുന്നത്, സെക്കൻഡ് റൈറ്റ് ആണ്, എവിടെയാണെന്ന് അറിയില്ല നമുക്ക്. അടുത്ത് നോക്കാം. F and K are immediate neighbors. എഫും കെയും ഇമ്മീഡിയറ്റ് നൈബേഴ്സ്. എഫും കെയും അടുത്തടുത്താണ്, പക്ഷെ ഇത് എവിടെ വെക്കുമെന്ന് നമുക്കറിയില്ല. അടുത്ത് നോക്കിയാൽ ബോത്ത് എഫ് ആൻഡ് ഇ ആർ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ഓഫ് ഐ. ഐയുടെ ഇമ്മീഡിയറ്റ് നൈബർ ആണ് എഫും ഇയും. അതും എവിടെ വെക്കുമെന്ന് അറിയില്ല. പിന്നെ നമുക്ക് നോക്കാം എന്താണ് ആദ്യം വെക്കാൻ പറ്റുന്നത്.
കെ ഈസ് അറ്റ് എക്സ്ട്രീം റൈറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കെ എന്ന് പറയുന്നത് എക്സ്ട്രീം റൈറ്റ് എൻഡിലാണെന്ന് പറയുന്നത്. അപ്പം ഇതിൽ റൈറ്റ് ഏതാണ്? ഇതാണ്. അപ്പൊ റൈറ്റ് എൻഡിൽ എക്സ്ട്രീം റൈറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും അറ്റത്തെന്നാണ് പറയുന്നത്. റോയുടെ ആരാണ്? കെ ഇവിടെയാണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഒരെണ്ണം കിട്ടി. കെ എന്താണ്? എക്സ്ട്രീം റൈറ്റ് എൻഡിലാണെന്നുള്ള കാര്യം നമുക്ക് കിട്ടി കഴിഞ്ഞു. ഓക്കെ, ഒരെണ്ണം കിട്ടി. 7 എണ്ണത്തിൽ ഒരെണ്ണം കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? കെയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കാം. എങ്കിലേ നമുക്ക് അടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ കെയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കാം. ഇതേ നോക്കിയേ, എഫ് ആൻഡ് കെ ആർ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് എന്ന് പറഞ്ഞു. എഫ് ആൻഡ് കെ ആർ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് എന്ന് വെച്ചാൽ കെയുടെ അടുത്താണ് എഫ് വരുന്നത്. ഇപ്പൊ ഇവിടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയാണോ എഫ് വരുന്നത്, ഇവിടെയാണോ എഫ് വരുന്നത് എന്നൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാം? കെയ്ക്ക് 7 പേരേ ഉള്ളൂ. അപ്പൊ അപ്പുറത്തെ ആരും ഇല്ല. അപ്പൊ ഇപ്പുറത്തേ വരുള്ളൂ. അപ്പൊ എഫ് ആൻഡ് കെ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് എന്ന് വെച്ചാൽ എഫ് എവിടെ തന്നെ വരും? ഇവിടെ തന്നെ വരും. ഓക്കെയാണ്. അത് കഴിഞ്ഞു. ഇനി എഫും കെയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ബോത്ത് എഫ് ആൻഡ് ഇ ആർ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ഓഫ് ഐ എന്ന് പറയുന്നുണ്ട്. ബോത്ത് എഫ് ആൻഡ് ഇ എന്ന് പറഞ്ഞാൽ എഫും ഇയും ആരുടെ ഇമ്മീഡിയറ്റ് നൈബറാണ്? ഐയുടെ ഇമ്മീഡിയറ്റ് നൈബറാണ്. ഐയുടെ തൊട്ടടുത്താണ് ആരിയിരിക്കുന്നത്? എഫും ഇയും. അപ്പൊ ഐ എവിടെ വന്നാൽ എഫും ഇയും ഇരിക്കാൻ പറ്റും. ഇവിടെ എഫ് ഉണ്ട് അല്ലേ? അപ്പൊ ഐയുടെ സൈഡ് ഇമ്മീഡിയറ്റ് നൈബർ ആയിട്ട് ആരൊക്കെ വരണം? എഫും വരണം, ഇയും വരണം. ഓക്കെ, അപ്പൊ ഐ ഇവിടെ വന്നു കഴിഞ്ഞാല് ഇവിടെ എഫും വരും, ഇവിടെ ഇയും വരും. അപ്പൊ ഇത് കറക്റ്റ് അല്ലേ? ബോത്ത് എഫ് ആൻഡ് ഇ ആർ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ഓഫ് ഐ എന്ന് വന്നു. ഇവിടെ ഐ വന്നാൽ മാത്രമേ നമുക്ക് ഇവർ രണ്ടുപേരെ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞു. ഇനി എന്താ പറഞ്ഞേ? എച്ച് ആൻഡ് ഇ ആർ ഇമ്മീഡിയറ്റ് നൈബേഴ്സ്. അപ്പം എച്ചും ഇയും ഇമ്മീഡിയറ്റ് നൈബേഴ്സ്. അപ്പൊ എച്ച് ഇവിടെ വരാം, ഇവിടെ വരാം. ഓക്കെ, എച്ച് ഇവിടെയും വരാം, ഇവിടെ വരാം. ഇയുടെ ഇമ്മീഡിയറ്റ് നൈബർ ആണ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും വരാം. ഇവിടെ വരുമോ? ഇല്ല, കാരണം ഇവിടെ ഇ വന്നു കഴിഞ്ഞു, ഐ വന്നു കഴിഞ്ഞു ഓൾറെഡി. സോ അതുകൊണ്ട് ഇവിടെ സ്ഥലമുള്ളൂ. അപ്പം ഇവിടെയാണ് എച്ച് വരുന്നത്. ഓക്കെ ആണ്. ഇനി 2 എണ്ണം നമുക്ക് പ്ലേസ് ചെയ്യാനുണ്ട്. നോക്കി, ജെ ഈസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എച്ച് എന്ന് പറയുന്നത്. എച്ചിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇടത് ഭാഗത്താണ് ആരിയിരിക്കുന്നത്? ജെ ഇരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ എച്ചിന്റെ ഇമ്മീഡിയറ്റ് ഭാഗത്ത് ആര് വരും? ജെ വരും. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഇവിടെയാണ്. ഇനി ഒരാളെ ഉള്ളൂ, നമ്മൾ നോക്കിയില്ലെങ്കിൽ നമുക്കറിയാം ആരാണ്? ബാക്കിയുള്ളത് ജി ആണ്. ജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എച്ച് ഈസ് സെക്കൻഡ് റൈറ്റ് ഓഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിയുടെ രണ്ടാമതാണ്. 1, 2 സെക്കൻഡ് റൈറ്റിലാണ് എച്ച് വരുന്നത്. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല, ബാക്കി ഒരെണ്ണേ ഉള്ളൂ. സോ അതുകൊണ്ട് നമ്മളത് പ്ലേസ് ചെയ്യും. അപ്പൊ നമ്മൾ എല്ലാവരെയും പ്ലേസ് ചെയ്തു. ഇനി നോക്കേണ്ടത് ഹൂ ഈസ് ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ജെ. എല്ലാവരും വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഹൂ ഈസ് ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ജെ. ജെയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. ഇതാണ് ജെ ഇങ്ങോട്ട് നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ജെയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്, ഇടത് ഭാഗത്ത്. ഇമ്മീഡിയറ്റ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളെയാണ് കേട്ടോ. ആരാണ് ഇരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ജെ. ജെയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആരാണ് ഇരിക്കുന്നത്? ജി ആണ് ഇരിക്കുന്നത്. അപ്പൊ ആൻസർ എന്താണ്? 3G ആണ്. ഓക്കെ ആണ്. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് നോക്കുന്നത് നമ്മളിപ്പോ എന്താണ് ഒരു റോയുടെയാണ് പഠിച്ചത്. അടുത്ത് പഠിക്കുന്നത് ഒരു സർക്കുലർ ടേബിളിന്റെ ആണ് കേട്ടോ. സിറ്റിംഗ് അറൌണ്ട് സർക്കുലർ ടേബിൾ എന്നാണ്. എത്ര പേരാണ്? ഒരു 6 പേര്, 6 ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സർക്കിളിന്റെ ചുറ്റും ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അവരെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. അത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത് ഒരു സർക്കിളാണ്. എന്നിട്ട് എത്ര പേരുണ്ട്? 6 പേരുണ്ട്. 1, 2, 3, 4, 5, 6 പേരെ വരയ്ക്കാം. അവരെങ്ങോട്ടാണ് ഇരിക്കുന്നതെന്ന് ആദ്യം നോക്കാം. അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓൾ ആർ ഫേസിങ് സെന്റർ ഓഫ് ദ ടേബിൾ. എല്ലാവരും സെന്ററിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഇങ്ങോട്ടാണ് എല്ലാവരും ഫേസ് ചെയ്യുന്നത്. 6 പേരുണ്ട്. എല്ലാവരും ഫേസ് ചെയ്യുന്നത് സെന്ററിലേക്കാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെയാണ്. ഇതിൽ നമുക്ക് ആദ്യം പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓൺലി 2 persons സിറ്റിംഗ് ബിറ്റ്വീൻ ഡി ആൻഡ് എ. എഫ് ഈസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് സി. ഇ സെക്കൻഡ് റൈറ്റ് ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇ ഈസ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് വെച്ച് അങ്ങ് തുടങ്ങാം. ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഏതെങ്കിലും ഒന്ന് വെച്ച് അങ്ങ് തുടങ്ങാം. എഫ് ഈസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് സി ആണ്. സിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ് ആരിയിരിക്കുന്നത്? എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. എഫ് ഈസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് സി കഴിഞ്ഞു. ഇ ഈസ് സെക്കൻഡ് റൈറ്റ് ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എഫ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരെണ്ണം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇ ഈസ് സെക്കൻഡ് റൈറ്റ് ഓഫ് എഫ്. അപ്പൊ എഫിന്റെ രണ്ടാം റൈറ്റിലാണ്. അപ്പൊ 1, 2 ഇവിടെ വരും. ഇ ഈസ് സെക്കൻഡ് റൈറ്റ് ഓഫ് എഫ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ 3 പേരെ പ്ലേസ് ചെയ്തു. ഇനി ആരാണ്? ഇ ഈസ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് എ എന്നും പറഞ്ഞിട്ടുണ്ട്. എയുടെ സെക്കൻഡ് ലെഫ്റ്റ് ആണ് ഈ ഇരിക്കുന്നത്. ലെഫ്റ്റും റൈറ്റും ഓർത്തിരുന്നാൽ ഇത് ചെയ്യാൻ പറ്റും. സർക്കിളിലും നമ്മുടെ എല്ലാ പസിലും എന്താണ്? ലെഫ്റ്റും റൈറ്റും ആണ് ഓർത്തിരുന്നത്. പിന്നെ നോർത്തും സൗത്തും കൂടി, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഇതെല്ലാം അറിയണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും സർക്കുലർ
പസിൽസിൽ എന്താണ് ലെഫ്റ്റും റൈറ്റും ആണ് കേട്ടോ. അപ്പൊ അതിപ്പോ ഇമ്മീഡിയറ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ്, അതൊക്കെ ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. അപ്പൊ നമുക്ക് ഇത് രണ്ടുപേരെ കൂടെയാണ് പ്ലേസ് ചെയ്യാനുള്ളത്. ഓൺലി 2 persons ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ഡി ആൻഡ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരായിരിക്കും ഡിക്കും എക്കും ഇടയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെയും രണ്ടുപേരുണ്ട്, ഇവിടെയും രണ്ടുപേരുണ്ട്. അപ്പൊ കുഴപ്പമില്ല, ഡി ഇവിടെ വെച്ചാല് ഇവിടെ നിന്ന് നോക്കിയാലും ഇവിടെ രണ്ടുപേരുണ്ട്, ഇവിടെ നിന്ന് നോക്കിയാലും എക്കും ഡിക്കും ഇടയിൽ രണ്ടുപേരുണ്ട്. ഇനി ഒരാൾ കൂടെ ഉണ്ടല്ലോ, ബി ഉണ്ട് അല്ലെ. ബി നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എഫ് എന്നാണ്. ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എഫ് ആരാണ്? എഫ് ഇവിടെ ഇരിക്കുന്നു അല്ലെ. എഫിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആരാണ്? ഇതാ ഇവിടെ നോർത്തിൽ ഫേസ് ചെയ്തിരിക്കുന്ന ആളുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ട്, റൈറ്റ് വലത് ഇങ്ങോട്ടാണ്. അപ്പൊ ആരാണ് തൊട്ടടുത്തിരിക്കുന്നത്? ഇമ്മീഡിയറ്റ് റൈറ്റ് ഡി ആണ്. നമ്മുടെ ഉത്തരം ഡി ആണ്. നാലാമത്തെ ഓപ്ഷൻ ആണ്, ഡി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്പർ സീരീസ് ആണ് കേട്ടോ. നമുക്കൊരു 2 നമ്പർ സീരീസ് കൂടെ നോക്കാം. നമ്മൾ നമ്പർ സീരീസ് ആദ്യം തരുമ്പോൾ സാധാരണ എന്താണ്, നമ്മൾ BSc പോലെ തന്നെ കുറച്ചുകൂടി ടഫ് ആയിരിക്കും. പക്ഷെ ബാങ്കിന്റെ അത്രയൊന്നും വലിയ നമ്പർ സീരീസ് ഒന്നും അല്ല. അത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 9 തന്നിട്ടുണ്ട്, 10 തന്നിട്ടുണ്ട്, 18, 45, 109 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവർ തമ്മിൽ എങ്ങനെ ഒരു ബന്ധം കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ്. അപ്പൊ ഇത് 9ഉം 10ഉം അടുത്ത സംഖ്യകളും, അടുത്തതൊക്കെ എന്ത് ചെയ്യും, 45, 109 നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നല്ല വലിയ അത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്ക്വയർ ക്യൂബുള്ള അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത് എടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സ്ക്വയർ നോക്കുമ്പോൾ സ്ക്വയർ വരത്തില്ല. അപ്പൊ നമുക്കിപ്പോ 9ഉം 10ഉം വളരെ അടുത്തുള്ളതാണ്. അപ്പൊ നമുക്ക് 1 വെച്ച് നോക്കാം. അപ്പം 1ന്റെ സ്ക്വയർ ആണെങ്കിലും 1ന്റെ ക്യൂബ് ആണെങ്കിലും എന്നിട്ട് കൂട്ടണം കേട്ടോ, അങ്ങനെയാണ്. അപ്പം ഇപ്പൊ 1ന്റെ ക്യൂബ് എടുക്കുവാണ്. 1ന്റെ ക്യൂബ് എത്രയാണ്? 1 തന്നെയാണ്. അപ്പം 9 + 1 10 വരും. ഇനി നമുക്ക് അടുത്ത് നോക്കാം. 2ന്റെ ക്യൂബ് എടുക്കാം. 2ന്റെ ക്യൂബ് എത്രയാണ്? 8 ആണ് അല്ലെ. 2ന്റെ ക്യൂബ് 8 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 10 ആണ്. 10 + 8 വരുമ്പോ 18 വരുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആണേ. അടുത്തത് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ 2ന്റെ ക്യൂബ് എടുത്തു. ഇനി 3ന്റെ ക്യൂബ് എടുക്കാം. 3ന്റെ ക്യൂബ് എത്രയാണ്? 27 ആണേ. 27 ആണ് നമുക്ക്. അപ്പൊ 18 + 27 നോക്കാം. നമുക്ക് 45 കിട്ടുന്നുണ്ട്. അടുത്ത് ഇത് നമ്മൾ 3യുടെ ക്യൂബ് നോക്കി. നമുക്ക് അടുത്ത് 4ന്റെ ക്യൂബ് നോക്കാം. 4ന്റെ ക്യൂബ് എത്രയാണ്? 64 ആണ്. നമുക്കറിയാം 45 + 64 നമുക്ക് എത്ര കിട്ടും? 109 കിട്ടും. അപ്പൊ അതും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇനി അടുത്തതാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തേക്കുന്നത് ഏതാണ്. അപ്പൊ അടുത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ 5ന്റെ ക്യൂബ് എടുക്കുക. 5ന്റെ ക്യൂബ് നമുക്കറിയാം 125 ആണ്. അപ്പൊ 5ന്റെ ക്യൂബ് നമുക്കറിയാം 125. അപ്പൊ 109 + 125 ചെയ്യാം. നമുക്ക് 234 എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തത് 234 ഓപ്ഷൻ കിട്ടിയല്ലോ. അപ്പം ഇത്രയും വലിയ സംഖ്യകൾ വരുമ്പോൾ ക്യൂബ് അല്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കും എന്ന് ആലോചിക്കാം കേട്ടോ. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നോക്കാം. അടുത്തൊരു നമുക്ക് നമ്പർ സീരീസ് തന്നെയാണ് കേട്ടോ. അടുത്ത് നോക്കാം. 55, 104, 140, 165 ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അടുത്ത സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം എങ്ങനെ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 55ഉം 104ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്ക്വയർ എടുക്കണോ, ക്യൂബ് എടുക്കണോ? എടുക്കാം. ക്യൂബ് എടുക്കുമ്പോൾ വലുത് വരും. അപ്പൊ 140, 165 തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്യൂബായി. നമുക്ക് സ്ക്വയർ എടുത്ത് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഒരു നമ്പർ സീരീസ് വരുമ്പോൾ ഏതായിരിക്കും, ചിലപ്പം ആരോഹണക്രമം അല്ലെങ്കിൽ അവരോഹണക്രമം ഒക്കെ ആയിരിക്കും. അപ്പൊ എങ്ങനെ ആയിരിക്കും നമുക്കൊന്ന് നോക്കാൻ വേണ്ടി ഇപ്പം ചെറിയ 1 ക്യൂബ് 2 ക്യൂബ് ഒന്നും എടുത്ത് നോക്കുമ്പോൾ നമുക്കിത് കിട്ടുന്നില്ല. അപ്പം ഞാനിപ്പോ 7 ക്യൂബ് എടുത്തിട്ട് കിട്ടുന്നില്ല. സ്ക്വയർ എടുത്ത് നോക്കാം നമുക്ക്. അപ്പൊ നോക്കി ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് കുറഞ്ഞാ വരുന്നത്. അപ്പം 7 സ്ക്വയർ നോക്കിയപ്പോ 49 ആണ് അല്ലെ. 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ 49 ആണ്. 55 + 104 55 + 49 104 വരുന്നുണ്ട്. അപ്പൊ ഇത് 7 സ്ക്വയർ ആണ്. അപ്പൊ ഞാൻ അതെടുത്ത് 8 സ്ക്വയർ നോക്കുമ്പോൾ 8 സ്ക്വയർ വരുന്നില്ല. അപ്പൊ നമുക്ക് 6 സ്ക്വയർ നോക്കാം. 6 സ്ക്വയർ നോക്കുമ്പോ 104 പ്ലസ് ഇത് 6 സ്ക്വയർ വരുന്നുണ്ട്, 140 വരുന്നുണ്ട്. അപ്പൊ എന്താണ്, കുറഞ്ഞാണ് പോകുന്നത്. അടുത്ത് എന്ത് നോക്കാം, 5 സ്ക്വയർ നോക്കാം. 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 കേട്ടോ. അപ്പൊ 140 + 25 ചെയ്യുമ്പോ 160 കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്തതാണ് നോക്കേണ്ടത്. അപ്പം 4 സ്ക്വയർ 16. 4 സ്ക്വയർ ചെയ്തപ്പോ 16, 165 + 16 എന്ന് പറയുമ്പോൾ 181 കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ഉണ്ട് 181. ഒന്നാമത്തെ ചോദ്യമാണ്, അല്ല ഒന്നാമത്തെ ഓപ്ഷനാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ റീസണിങ് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇത്
ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ല ഇത് റീസണിംഗ് ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് ഇത് വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഈ റീസണിംഗ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കണ്ടിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ ഇത് നമ്പർ സീരീസ് കണ്ടുപിടിക്കുന്നത് ചിന്തിക്കുന്ന ആ ടൈമാണ് ഇതിൽ പോകുന്നത്. 2 ക്വസ്റ്റ്യനിലാണെങ്കിലും ചിന്തിച്ച് നമ്മൾ എടുക്കുന്ന ടൈം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ പറയുന്നത് ലെഫ്റ്റും റൈറ്റും മനസ്സിലാക്കുക, സൗത്ത് വെസ്റ്റ് അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ് അതൊക്കെ ഒന്ന് എങ്ങനെയാണെന്ന് വരച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ ഇത് നമ്മുടെ റോയും അങ്ങനെ തന്നെയാണ്. പിന്നെ വരുന്നത് കോഡിംഗ് ആണ്. പിന്നെ വരുന്നത് ഡയറക്ഷൻ ആണ്. ഇനി ബ്ലഡ് റിലേഷൻ കൂടി വരും കേട്ടോ. ബ്ലഡ് റിലേഷൻ വരും, വാട്ടർ ഇമേജ്, മിറർ ഇമേജ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. കലണ്ടർ, ക്ലോക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമുക്ക് അത് അടുത്ത ക്ലാസ് നോക്കാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. POയ്ക്ക് വേറെ ക്വസ്റ്റ്യൻസ് കിട്ടുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കുക. അല്ലെങ്കിൽ ഡെയിലി എന്ത് ചെയ്യാം, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ അത് അങ്ങനെയും പഠിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.